ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കർത്താവിൻ്റെ ദാസൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കേൾവിക്കാരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവം ഒക്കെ കേൾവിക്കാർക്ക് അത് അനുഗ്രഹമാണല്ലോ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി കർത്താവേ. അപ്പാ, അങ്ങയുടെ ദാസനെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾ വഴികൾ, ഹല്ലേലൂയ, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെല്ലാം സംസാരിപ്പാൻ അങ്ങയുടെ പ്രത്യേക ദൈവത്തിൻ്റെ ആത്മാവോടുന്ന ഉപയോഗിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന സാക്ഷ്യത്തിലൂടെ അങ്ങയുടെ മഹാനാമം ഉയർത്തപ്പെടുവാനിടയാക്കണമേ. സമ്പൂർണ്ണമായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും ഒക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾവിക്കാർക്ക് അത് ഒരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് വിതിരയ്ക്ക് പോകുന്ന സ്ഥലത്ത് പനക്കോട് കുരിയാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പേര് പാസ്റ്റർ അനി കുരിയാത്തി എന്നാണ്. എനിക്ക് വൈഫും 2 മക്കളെയും ദൈവദാനമായി നൽകി. എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ അടുക്കലൂടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ഞങ്ങളെ കുടുംബമായി ഞങ്ങളെ കർത്തൃവേലയിൽ ആയിരിക്കുന്നു. അതുപോലെ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. മോനെ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ BSc നേഴ്സിംഗ് കഴിഞ്ഞു. അവളെ കിംസിൽ വർക്ക് ചെയ്യുന്നു. അവൾ കുടുംബസ്ഥയാണ്. ഞങ്ങളെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിന്റെ ട്രിവാൻഡ്രത്ത് കോട്ടപ്പുറം ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് ഞങ്ങള് സേവനം അനുഷ്ഠിക്കുന്നു. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ ഒത്തിരി അധികം നന്ദിയുണ്ട്. കർത്താവ് ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ഓക്കെ, ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസന് നൽകി തരികയാണ്. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ദൈവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞതും ഒക്കെ നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുള്ള സമയമാണ്. അത് കർത്താവിന്റെ ദാസന് ദൈവനാമത്തിൽ വിനിയോഗിച്ചാട്ടെ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്തൃനാമത്തിൽ കേൾവിക്കാരായ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ശേഷാൽ ഈ ജോയ്സ് ടിവിയിൽ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ഇപ്രകാരം ഒരു ക്രമീകരണം ഒരുക്കി തന്ന കർത്തൃദാസി, കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, അവർക്ക് ദാനമായി കൊടുത്ത തലമുറകളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ജോയ്സ് ടിവി പ്രോഗ്രാമിൽ കൂടി അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ ഞാനും കണ്ടു. ഞാൻ ഒരു പ്രോഗ്രാം കണ്ടിട്ടുള്ളൂ. ഇതിൽ എല്ലാവർക്കും വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. അതിന്റെ വെളിച്ചത്തിലാണ് ഞാനും ഇന്ന് ഈ ജോയ്സ് ടിവിയിലെ ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ആമേ, കർത്താവ് നടത്തിയതായ വഴികളെ ഒക്കെ ആമേ ഷെയർ ചെയ്യുവാൻ ഇപ്രകാരം ഒരു ക്രമീകരണം ഒരുക്കിയ കർത്തൃദാസിയെയും കർത്താവിന്റെ ദാസിനെ കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയും വിശേഷാൽ ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ഞാൻ പറഞ്ഞു. എൻ്റെ വൈഫ്, എൻ്റെ പ്രിയപ്പെട്ടവളെ ആമേൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്. വലിയൊരു വിടുതൽ എൻ്റെ വൈഫിനെ ദൈവം ചെയ്യുവാൻ ഇടയായി തീർന്ന ദൈവത്തിന് സ്തോത്രം. ഓക്കെ പാസ്റ്റർ, ദേവദാസി ഒന്ന് കാട്ടിയാട്ട്. ദേവദാസി ഒന്ന് ദേവദാസിയുടെ പേരെന്ന് പറഞ്ഞാട്ട്. ലാലി. ഓക്കെ, താങ്ക് യു.
ദേവദാസിയുടെ അനുഭവം ഉണ്ടെന്ന് ദേവദാസൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ദേവദാസിയെ എന്ന് നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണട്ടെന്ന് വിചാരിച്ചാണ് ദേവദാസിയെ വിളിച്ചത്. താങ്ക് യു ദേവദാസി. ഓക്കെ പാസ്റ്റേ, കണ്ടിന്യൂ ചെയ്തോ പാസ്റ്റർ. രണ്ടുപേരും ഇരുന്നു. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. എന്റെ അനുഭവം പങ്കുവെക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങളെ നാടാർ കമ്മ്യൂണിറ്റി ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടത്. എന്റെ വാത്സല്യ പിതാവിന്റെ പിതാവ് ഒരു മന്ത്രവാദിയായിരുന്നു. ഒരു മന്ത്രവാദ കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ച് വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ ചെറുപ്രായങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്നേഹമില്ലാതെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അതുപോലെ 3 ദുർമരണങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തളമാടി. വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കുമെന്ന്. ഒത്തിരി ആശ്വാസത്തിന് വേണ്ടി പല ഇടങ്ങളിൽ എൻ്റെ പിതാവ് കടന്നു പോയിട്ടുണ്ട്. അനേകം മന്ത്രവാദികളെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ ഒത്തിരി ഹോമങ്ങളും അതുപോലെ തന്നെ പൂജകളും അതുപോലെ ഒത്തിരി കൊടുതികളൊക്കെ ചെയ്തിട്ടും ഒത്തിരി കലശക്കുടങ്ങളിൽ മന്ത്രം ജപിച്ച് തകിട നിറച്ച് അത് ഞങ്ങളുടെ വീടിന്റെ 4 മൂലകളിലും അത് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടും അവൻ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഒത്തിരി പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ കണ്ടുവരുന്നത് എൻ്റെ വീട്ടിൽ നടക്കുന്ന പൂജകളും അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് ഞാന്. എൻ്റെ പിതാവിന് ഞങ്ങളെ 7 മക്കളാണ്. ഞാന് 6ാമത്തെ മകനാണ്. സ്തോത്രം. കാരണം എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. എൻ്റെ അമ്മ ആമേൻ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട്. സ്തോത്രം. എൻ്റെ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടങ്ങളിൽ ദൈവമില്ലാതെ ജീവിച്ച ആ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനമില്ല എങ്കിൽ ജീവിതത്തിൽ വലിയ പരാജയമാണ്. സമാധാനമില്ലാതെ ഒത്തിരി ഓടി ഒത്തിരി സ്ഥലങ്ങളിൽ പോയി നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിച്ചു. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി കർമ്മികളെ കണ്ടു. ക്ഷേത്രങ്ങളിൽ പോയി ആശ്രയം വെച്ചു. എന്നിട്ടും ആ ദൈവങ്ങൾക്കൊന്നും ഞങ്ങളെ രക്ഷിപ്പാനോ ഞങ്ങൾക്ക് സമാധാനം തരുവാനോ ഒന്നും കഴിഞ്ഞില്ല. സ്തോത്രം. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ വീട് വിട്ട് എൻ്റെ അമ്മ എൻ്റെ അച്ഛന്റെ ഉപദ്രവ നിമിത്തം ഞങ്ങളെ 2 മക്കളെ രാത്രികാലങ്ങളിൽ കൈക്ക് പിടിച്ചുകൊണ്ട് പാതിരാത്രി വീട് വിട്ടിറങ്ങി എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ കടന്നു പോകും. അവരൊക്കെ വളരെ സാധുക്കളായ മനുഷ്യർ. അവർ താമസിക്കുന്നത് കോളനിയിലാണ്. അവിടെ കടന്നുപോയി ആ അപ്പച്ചന്റെ കൂടെ അപ്പച്ചൻ അമ്മയെ തിരിച്ചു വിടത്തില്ല. കാരണം എൻ്റെ പപ്പയുടെ ഉപദ്രവ നിമിത്തം. അങ്ങനെ അവിടെ ഒരു 2-3 ദിവസം അവിടെ നിൽക്കും. അന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്, അന്ന് എൻ്റെ അപ്പൂപ്പൻ അന്നന്ന് അവർ പോയി ജോലി ചെയ്തുകൊണ്ട് വരുന്ന പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ച് ജീവിച്ചു പോകുന്ന ഒരു അനുഭവമായിരുന്നു ആ വീട്ടില്. അവിടെ അപ്പൂപ്പന് ആഹാരം ജോലി കഴിഞ്ഞേച്ച് ഈ അമ്മി കൊത്തുന്ന പണിയായിരുന്നു. കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ ഓടിപ്പോയി അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കരഞ്ഞ നിമിഷങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒത്തിരി സമാധാനമില്ലാതെ അന്യദൈവങ്ങളെ സേവിച്ച് അതൊന്നും ഞങ്ങളെ രക്ഷിക്കാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്നേഹമില്ലാതെ, ഐക്യതയില്ലാതെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഒത്തിരി കഷ്ടവും നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ച് ഓടിച്ചു ചെല്ലുന്നത് അപ്പൂപ്പന്റെ വീട്ടിലാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആഹാരവും ഒന്നുമില്ല എങ്കിലും സമാധാനമുള്ളത് കൊണ്ട് സന്തോഷമായി കിടന്നുറങ്ങി 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളെ അച്ഛൻ വന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു.
ഞാൻ പറയട്ടെ, എന്റെ അമ്മയെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. എന്റെ അമ്മ ഉപദ്രവിച്ച ആ വഴിയിൽ വെച്ച് ഒത്തിരി ഉപദ്രവിച്ചു. തലയ്ക്കൊക്കെ കുത്തിപ്പിടിച്ച് ഒത്തിരി വലിച്ചിഴച്ച് ഒക്കെ കൊണ്ടുപോയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ദേശത്ത് ദൈവം എനിക്ക് 10 സെന്റ് സ്ഥലം എനിക്ക് പാർക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം എനിക്ക് നൽകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഞങ്ങള് ദൈവമില്ലായിരുന്നു, ദൈവം യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അറിയുമെങ്കിൽ അമ്മയ്ക്ക് ചെറിയൊരു യേശുവിനെ കുറിച്ചൊരു ഭയവും യേശുവിനെ കുറിച്ചുള്ള അറിവൊക്കെ എന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. ആ അമ്മ രഹസ്യമായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത അമ്മയ്ക്കുണ്ടായിരുന്നു. അത് നിമിത്തം ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പൂജ നടക്കുമ്പോൾ രാത്രി 1 മണിക്കൊക്കെയാണ് മന്ത്രവാദം നടക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ ആർക്കും അന്ന് ഈ റംഗപ്പട്ടി എന്ന് പറയുന്ന വെട്ടിയിലാണ് ഞങ്ങളെ ട്രിവാൻഡ്രത്ത് പറയുന്ന ഈ ബോക്സ്, ഇരുമ്പിലെ ബോക്സിനകത്താണ് ഈ തുണികൾ ശേഖരിച്ചു വെക്കുന്നത്, വിശേഷ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുന്നത്. അതിൽ നിന്ന് നല്ലൊരു മുണ്ട് എടുത്ത് എന്റെ മന്ത്രവാദിക്ക് കൊടുത്തു. മന്ത്രവാദി കൊടുത്ത് തുള്ളിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മ യേശുവെ എന്ന് വിളിച്ചു. അന്നേരം ആ നിലവിളക്കിലെ തീ മന്ത്രവാദിയുടെ തുണിയിലേക്ക് കത്തിപ്പിടിച്ചു. ആമേൻ, സ്തോത്രം. അവസാനമായി നടന്ന പൂജയാണ്. കത്തിപ്പിടിച്ചു. ഉടനെ എല്ലാവരും അണച്ചു. മന്ത്രവാദി പറഞ്ഞു, ഇനി മുമ്പിലോട്ട് കർമ്മങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, വേറൊരു ദിവസത്തേക്ക് ആമേൻ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യാം. കാരണം ഞാൻ സേവിക്കുന്ന ദൈവത്തെക്കാളും വലിയൊരു ദൈവമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് യേശു അവിടെ ഇറങ്ങി വന്നു. സ്തോത്രം. അതുകൊണ്ട് ആ മന്ത്രവാദിക്ക് ആ പൂജകളൊന്നും ചെയ്യുവാൻ കഴിയാതെ വിട്ടുപോകുവാനിടയായി തീർന്നു. സ്തോത്രം. എന്റെ രണ്ടാമത്തെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്ത് അവർക്കും ക്ഷേത്രങ്ങളൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്നു. എന്റെ സഹോദരി അളിയൻ 2 മക്കളെ ദൈവം അവർക്ക് കൊടുത്തു. എന്റെ സഹോദരി മുഖേനയാണ് ഞങ്ങൾ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. മത്തായി എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം മുതൽ കാണുവാൻ കഴിയുന്ന ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിന്റെ പുറകെ കിടന്ന് നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. നിലവിളിച്ച സമയത്ത് യേശു കേൾക്കുന്നു എങ്കിലും യഹൂദന്മാർ തിക്കിത്തിരക്കി നിൽക്കുന്നത് കൊണ്ടും ആ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ടും യേശു കേട്ടുവെങ്കിൽ യേശു മുമ്പിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ, ആ സ്ത്രീ എത്രയും നേരം കൊണ്ട് നിന്റെ പുറകെ നടന്ന് യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നു. ആ സ്ത്രീയെ ഒന്ന് പറഞ്ഞയക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അന്നേരം യേശു തിരിഞ്ഞു. അവളെ നോക്കിയപ്പോൾ അവൾ യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്റെ മകൾ ഭൂതോപദ്രവം കഠിനമായി ഭവനത്തിന്റെ അകത്തളത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ മകൾക്ക് സൗഖ്യം വരും എന്ന് യേശുവിനോട് നിലവിളിച്ച ആ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയെ അവൻ തിരുവെടുത്തിൽ കാണുവാൻ കഴിയുന്നു. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുവാൻ പാടുള്ളതല്ല. അന്നേരം സഹോദരി പറയുകയാണ്, സ്തോത്രം, ആമേൻ, ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ആമേൻ അവർ ഉപജീവിക്കുന്നല്ലോ എന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. കാരണം അപ്പനുറുക്കുകൾ യേശു കർത്താവ് സാക്ഷാൽ ദൈവപുത്രനാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ അപ്പമാണ്. സ്തോത്രം. ആമേൻ, ആ സഹോദരിയുടെ വെളിപ്പാട് വളരെ വളരെ ഏറെയായിരുന്നു. കാരണം ആമേൻ, യേശു നുറുക്കപ്പെടും. ആ നുറുക്കപ്പെടുന്ന സമയത്ത് ആ നുറുക്കം ആമേൻ നുറുക്കപ്പെടുമ്പോൾ, കാൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ ആ രക്തം വിജാതിയായ ഞങ്ങൾക്ക് ആമേൻ പാപമോചനം പ്രാപിച്ച് യേശുവിനെ ആരാധിപ്പാൻ, യേശുവിന്റെ മകളായി തീരുവാൻ ഇടയായി തീരുമെന്നുള്ളതായ നല്ലൊരു വെളിപ്പാട് ആ സഹോദരിക്ക് ദൈവം കൊടുത്തു. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ യേശു അപ്പച്ചാൻ അങ്ങ് ആമേൻ ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് ഉപജീവിക്കുന്നു. യേശു പറഞ്ഞത്, ആമേൻ, ഇസ്രായേലിൽ പോലും ഇത്രത്തോളം ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ആമേൻ, നീ കടന്നു വന്നതായ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് അവിടെ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് ഭൂതം വിട്ടുമാറി ആ സഹോദരി പൂർണ്ണ
സൗഖ്യം പ്രാപിക്കാൻ ഇടയായതുപോലെ എന്റെ സഹോദരി ഭൂതോപദ്രവം കഠിനമായി ഭവനത്തിന്റെ അകത്തളങ്ങളിൽ തടയ്ക്കപ്പെട്ട് ആമേൻ തുള്ളി ആടി ആത്മഹത്യാ പ്രവണതകൾ താൻ സ്വയമേ ആമേൻ പൈശാചിക ശക്തിയാൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ പിടിച്ച് കെട്ടിയിട്ട് ആമേൻ കിണറ്റിനകത്ത് ചാടുവാൻ വേണ്ടി പോകും. വീണ്ടും പിടിച്ച് കെട്ടിയിട്ടുന്ന സമയത്ത് എന്റെ ഒരു കുഞ്ഞമ്മ അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവരെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പെന്തക്കോസ് കുഞ്ഞമ്മയായിരുന്നു. സ്തോത്രം. അന്നേരം എന്റെ സഹോദരിയുടേതായ ആ അവസ്ഥ കണ്ടേച്ച് പറഞ്ഞു, ഒരു ദൈവദാസനുണ്ട് അമ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദൈവദാസനുണ്ട്, ഗിൽഗാലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വത്സലം പാസ്റ്റർ. അവിടേക്ക് കൊണ്ടുവന്നാൽ ഈ സഹോദരി പൂർണ്ണ സൗഖ്യമുള്ളവളായി തീരുമെന്ന് എന്റെ പിതാവിനോട് ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. അപ്രകാരം ആമേൻ എന്റെ പിതാവ് എന്റെ സഹോദരിയെ ആമേൻ ഒരു നേർച്ചയും കൂടെ ആ കുഞ്ഞമ്മ നേർന്നു. ഇനി പിശാചന്റെ ഈ കുഞ്ഞിനെ തുടരുത്, ആമേൻ ആ പള്ളിയിൽ കടന്നു പോകുന്നത് വരെ നീ ആ കുഞ്ഞിനെ തുടരുത് എന്ന് ഓർപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ പിശാച് അന്നേരം വിട്ടുമാറിപ്പോയി. എന്റെ പിതാവ് ആമേൻ പിറ്റേ ദിവസം തന്നെ ഗ്യാമേൻ അമ്പാളി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നമ്മുടെ ട്രിവാൻഡ്രത്തെ തമിഴ്നാട് ബോർഡറാണ്, അവിടേക്ക് കൊണ്ടുപോയി 37 ദുരാത്മാക്കൾ എന്റെ സഹോദരിയിൽ നിന്ന് ആമേൻ വിട്ടുമാറി പോകുവാനിടയായി തീർന്നു. ഉന്നതപുരാൻ മഹത്വമുണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ. എന്റെ സഹോദരിക്ക് പൂർണ്ണമായ ആ ബോധം, ആ സുബോധം മടക്കി വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് കർത്താവിനെ സേവിച്ച് തലമുറകളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ എന്റെ വാത്സല്യ സഹോദരിയെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അന്നേരം എന്റെ പിതാവ് ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞപ്പോൾ യേശുവിൽ എന്റെ പിതാവ് വിശ്വസിപ്പാൻ ഇടയായി. അങ്ങനെ അവർക്ക് ആരാധിപ്പാൻ ഒരു ആരാധന ഇടമില്ല എന്ന് പറഞ്ഞ എന്റെ സഹോദരി എന്റെ പിതാവിനെ ആമേൻ സമീപിക്കുവാൻ ഇടയായി തീർന്നു. അന്നേരം എന്റെ പിതാവ് സ്തോത്രം ആമേൻ താൻ അധ്വാനിച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ 6 സെന്റ് സ്ഥലം ദൈവസഭയ്ക്ക് എഴുതി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ വാത്സല്യ പിതാവ് മരിക്കുന്നത് വരെയും ആമേൻ ഞാൻ ദൈവസഭയ്ക്ക് സ്ഥലം കൊടുത്തു എന്നും ആമേൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എന്റെ പിതാവ് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത് എന്ന്. കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. സ്തോത്രം. അങ്ങനെ ചർച്ചക്കോടിന്റെ അനുഗ്രഹിക്കപ്പെട്ട സഭ ഞങ്ങളുടെ കുരിയാത്തിയിൽ എന്റെ പിതാവ് കൊടുത്ത ആമേ സ്ഥലത്ത് സ്ഥാപിക്കുവാൻ ഇടയായിത്തീർന്നു. അനേക ദൈവമക്കൾ കടന്നു വന്ന് ആശ്വാസം പ്രാപിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ഒക്കെ ആമേൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. അങ്ങനെ ആമേൻ ഞങ്ങളുടെ ഓരോ തലമുറകൾ ആമേൻ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. ആമേൻ. എന്റെ ജീവിത ചരിത്രം പറയാമെങ്കിൽ ഞാൻ ഒരു ധൂർത്തപുത്രനായി, ഒരു മുടിയൻ പുത്രനായി ആമേൻ പിതാവിന് മാത്രമേ എനിക്ക് ഭയമുണ്ടായിരുന്നുള്ളൂ. ആമേൻ കായികാഭ്യാസങ്ങളൊക്കെ പഠിച്ചും അനേകരെ പഠിപ്പിച്ചും ഒക്കെ നടന്ന ലോകത്തിന്റെ ഇൻപങ്ങളിൽ നടന്ന ഒരു വ്യക്തിയായിരുന്നു ഞാന്. സ്തോത്രം. എന്റെ സ്കൂൾ പഠന കാലഘട്ടങ്ങളിൽ തന്നെ രാഷ്ട്രീയങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും എന്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ SSLC കഴിഞ്ഞ ഉടനെ ഞാന് വർക്ക്ഷോപ്പിൽ പണി പഠിക്കുവാൻ, ഡെന്റിങ് വർക്ക്, വാഹനത്തിന്റെ പണി പഠിക്കുവാൻ വേണ്ടി പോയി. അവൻ 3 വർഷം കൊണ്ട് പഠിച്ചു പൂർത്തീകരിപ്പാനിടയായി തീർന്നു. അന്നൊക്കെ എന്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം വീട്ടിൽ വരാതെ ആമേൻ സ്തോത്രം ആമേൻ ലോകത്തിന്റെ ഇൻപങ്ങളിൽ നടന്ന് ആമേൻ അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 4 പോലീസ് കേസുകളിൽ അകപ്പെട്ടു. സ്തോത്രം. അത് കോടതിയിൽ പോകാതെ വണ്ണം ദൈവം സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. 1996 PDP പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേരുവാൻ ഇടയായി തീർന്നു. അന്ന് അബ്ദുൽ നാസർ മദനി ഡിസംബർ മാസം 6-ാം തീയതി രാജ്ഭവൻ മാർച്ച് നടത്തുമ്പോൾ അബ്ദുൽ നാസർ മദനിയുടെ പുറകിൽ ആമേൻ ഞങ്ങൾക്ക് ആമേൻ ഞാൻ ആയിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ അവിടെ നിന്നും അവിടെ പോലീസ് അന്നേരം തടഞ്ഞു. അവിടെ വെച്ച് ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞുപോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ നന്നായി പണിയൊക്കെ പഠിച്ചു.
എങ്കിലും ഒത്തിരി പ്രശ്നക്കാരനായി മാറി. കാരണം ആർക്കും കീഴ്പ്പെട്ടു കൊടുക്കാതെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ഞാൻ ആയിരുന്ന സമയത്ത് എന്റെ നാട്ടിലും വീട്ടിലും എന്റെ ബന്ധക്കാർക്കും സ്വന്തക്കാർക്കും ഒക്കെ ഒരു ഹീന മനുഷ്യനായി ജീവിച്ച ഒരു വ്യക്തി, ആരെയും അനുസരിക്കാതെ, അപ്പനമ്മമാരെ അനുസരിക്കാതെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്റെ കർത്താവിന്റെ സ്നേഹം ആമേൻ എന്നെയും തേടി വന്നു. എന്നെ 23-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം കഴിപ്പാനിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ കർത്തൃദാസിയെ ദൈവം എനിക്ക് തന്നു. സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ എന്റെ സുവിശേഷ വേലയിൽ തന്നെ ഞങ്ങൾ ആമേൻ വളരെ അനുഗ്രഹമാണ്. കർത്താവ് ആമേൻ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ അനേകരെ ആലോചന പറഞ്ഞുറപ്പിക്കുവാൻ ദൈവകരങ്ങളിൽ ദൈവം എടുത്തുപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്ക് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ആമേൻ എന്റെ പിതാവ് ക്രമീകരിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ മാർത്തോമ സഭയിൽ പോകുമായിരുന്നു. മാർത്തോമ പള്ളിയിൽ വെച്ചായിരുന്നു എന്റെ വിവാഹമൊക്കെ. ആമേൻ. ഞാൻ മാർത്തോമ സഭയിൽ നിന്ന് ഞങ്ങൾ കടന്നു വന്ന് പെന്തക്കോസ്ത് സഭയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്തോത്രം. കാരണം ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നു. ദൈവദാസന്മാർ ഞങ്ങളോട് വചനം സംസാരിക്കുമ്പോൾ ആ വചനം വ്യക്തമായും ശക്തമായും ഞങ്ങളോട് സംസാരിക്കുന്നു. സ്തോത്രം. അത് ഞങ്ങൾക്ക് വ്യക്തിപരമായി ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. എങ്കിലും ഞങ്ങളുടെ പാരമ്പര്യമൊക്കെ വിട്ട് ഞങ്ങൾ വരുവാൻ ഞങ്ങൾ അറച്ചു നിന്ന സ്ഥാനത്ത് 1999 ഞങ്ങൾ വിവാഹിതരായി. സ്തോത്രം. 99 സെപ്റ്റംബർ മാസം 2-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ആമേൻ. ആമേൻ. ഡിസംബർ മാസത്തിൽ തന്നെ ഒരു ഉപവാസ പ്രാർത്ഥന എന്റെ പിതാവ് ക്രമീകരിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഞങ്ങൾ യാദർച്ഛികയാൽ ഞങ്ങൾ കുടുംബമായി അവിടെ കടന്നു ചെന്നു. കാരണം എന്റെ വൈഫാണെന്ന ദൈവദാസൻ അറിയത്തില്ല, ഞങ്ങൾ പരിചയപ്പെട്ടില്ല. ചെങ്ങന്നൂരുള്ളതായ ഒരു IPC ദൈവസഭയിലെ ബിജു എന്ന് പറയുന്ന കർത്തൃദാസനായിരുന്നു അന്ന് ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ അവൻ പ്രസംഗിക്കുവാൻ വേണ്ടി കടന്നു വന്നത്. ഞങ്ങൾ ജസ്റ്റ് എന്റെ പിതാവിനെ ഭയപ്പെട്ടിട്ട് ഞങ്ങൾ കടന്നു ചെന്നു. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരുന്നു. ഇരുന്നപ്പോൾ ദൈവദാസനെ ഞങ്ങൾ പരിചയപ്പെട്ടില്ല. പക്ഷേ ആമേൻ ആ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ തന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ആമേൻ ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. കാരണം കർത്താവിന് ഒരു കഴുതയെ ആവശ്യമുണ്ട്. ശിഷ്യഗണത്തോട് പറഞ്ഞു പോയി അഴിച്ചു കൊണ്ടുവരാൻ. ആമേൻ ആ കഴുതയെ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് വാഹനമേറുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരേണ്ടത്, അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ആ തിരുവഴുത്തിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം എന്റെ നേരെ ആമേൻ എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു ദൈവാത്മാവ്. എന്റെ ജീവിത ചരിത്രങ്ങൾ, എന്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ, എന്റെ ജീവിതത്തിൽ വന്ന തകർച്ചകളെ, എന്റെ ജീവിതത്തിൽ വന്നതായ എന്റെ കുടുംബത്തിനകത്ത് വന്നതായ സകല വിഷയങ്ങളും പരിശുദ്ധാത്മാവ് വ്യക്തമായി ഞങ്ങളെ വിവേചിപ്പാനിടയായി തീർന്നു. സ്വത്രം. അന്നേരം ആമേൻ എന്റെ പ്രിയപ്പെട്ടവൾ ആമേൻ പ്രിയപ്പെട്ടവളോട് ദൈവാത്മാവ് വ്യക്തമായി ശക്തമായി സംസാരിച്ചു. ആമേൻ ആ ശബ്ദം ദൈവശബ്ദത്തിന്റെ മുമ്പിൽ, ആ ദൈവ ആലോചനയുടെ മുമ്പിൽ ആമേൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ രണ്ടുപേര് കൃപയാൽ ഏൽപ്പിച്ചു കൊടുത്തു. സ്വത്ര. ഞങ്ങളെ കുടുംബജീവിതം വരെ തകർന്നു പോകത്തക്ക രീതിയിലുള്ള ആകെ വിവാഹം കഴിഞ്ഞിട്ട് ആമേൻ 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. അതിനിടയിൽ വെച്ച് തന്നെ കുടുംബജീവിതം വരെ തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ആമേൻ. ദുഷ്ടനായ പിശാച് പല വിധത്തിൽ ഞങ്ങളെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ അതിൻ്റെതായ പദ്ധതികൾ ഒരുങ്ങിയപ്പോഴും അതിന്റെ നടുവിൽ ഞങ്ങളെ ഇന്ന് ജയോത്സകരമായി നടത്തുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ രണ്ടുപേരും യേശുവിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയം വിട്ടുകൊടുത്തു. ആമേൻ. ഞങ്ങൾ സമർപ്പിച്ചു ദൈവത്തിന്റെ മകനാ. ആമേൻ. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ മാനസാന്തരപ്പെട്ടു, ഞങ്ങൾ യേശുവിന് വേണ്ടി ഞങ്ങളെ ഹൃദയം വിട്ടുകൊടുത്തു. ഞങ്ങളെ സ്വന്തം ദേശത്ത് തന്നെ ഞങ്ങൾ ബാൻഡൊക്കെ അടിച്ച് ആമേൻ പോയി സ്നാനപ്പെട്ട ആമേൻ ഞങ്ങൾ ആരോടെല്ലാം പിണങ്ങിയിരുന്നുവോ, ആരോടെല്ലാം ഞാന് ദേഷ്യത്തോടെ ഉപദ്രവിച്ചു, അവരോടൊക്കെ ക്ഷമ പറയുവാൻ കർത്താവിനെ സഹായിച്ചു. അതിനെ കൃപയാൽ ആമേൻ 2000 അങ്ങനെ വർക്ക്ഷോപ്പിനെ വളരെ ജോലിയൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ ആമേൻ ഞങ്ങളുടെ കുടുംബജീവിതം നയിപ്പാനിടയായി തീർന്നു. യേശുവിനെ അറിഞ്ഞപ്പോഴുള്ളതായ സന്തോഷം, ആ ക്രിസ്തുവിന്റെ സ്നേഹം
ഞാൻ അനുഭവിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിനകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടായി. ആമേൻ. ഞങ്ങളെ വളരെ ഒന്നുമില്ല എങ്കിലും പച്ചവെള്ളം കുടിച്ചുകൊണ്ട് കിടന്നാലും വലിയ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ തുടർന്നു കൊണ്ടുവരുമ്പോൾ സ്തോത്രം, ആമേൻ, ഞങ്ങൾ വളരെ ആത്മീയതയിൽ മുന്നേറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങളുടെ ചർച്ചിൽ അന്നിരുന്ന ദൈവദാസൻ ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന ദൈവദാസനായിരുന്നു. ആ ദൈവദാസന്റെ രാത്രിയിൽ ആമേൻ വെള്ളം കോരി കൊടുക്കും കുളിക്കുവാൻ അങ്ങനെയുള്ളതായ ശുശ്രൂഷകളൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങളെ. സ്തോത്രം. അന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ആമേൻ ദൈവദാസന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവം അന്ന് കർത്തൃദാസന്മാരെ ഞങ്ങൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തതിൻ്റെതായ പ്രതിഫലമൊക്കെയും സ്വർഗത്തിലെ ദൈവം ഇന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ 2000 സ്നാനപ്പെട്ടു. വീണ്ടും വർക്ക്ഷോപ്പിലെ പണി ചെറിയ വാഹനത്തിന്റെയും വലിയ വാഹനത്തിന്റെയും ഇടിച്ച വണ്ടികളൊക്കെ പണിത് വളരെ സന്തോഷകരമായ സ്വന്തം വർക്ക്ഷോപ്പൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നതായ ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ എനിക്ക് ഷാർജയിലേക്ക് പോകാനുള്ളതായ ഒരു വിസയുടെ ക്രമീകരണങ്ങൾ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നു. സ്തോത്രം. അന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ ചെങ്ങന്നൂരുള്ള പാസ്റ്റർ മാത്യു ജോർജ് പാസ്റ്റർ താന് ഞങ്ങളുടെ ചർച്ചിലെ വീട്ടിൽ നടക്കുന്ന അവസാനത്തെ ഉപവാസ പ്രാർത്ഥനയിൽ താനാണ് ശുശ്രൂഷിക്കുന്നത്. വ്യക്തമായി ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്ന ദൈവത്തിന്റെ ദാസനാണ്. ഞാൻ വിസയ്ക്ക് വേണ്ടിയൊക്കെ കൊടുത്തുവെങ്കിലും അതൊന്നും നടക്കത്തില്ല എന്ന് എന്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചു. പക്ഷെ ദൈവത്തിന്റെ ദാസന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിന്നപ്പോൾ ദൈവത്തിന്റെ ദാസൻ എന്റെ തലയിൽ കൈവച്ചു പറഞ്ഞു, മകനെ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം ഈ വരും ദിവസങ്ങളിൽ ഷാർജയിലേക്ക് പോകുവാനുള്ളതായ ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കി തരുമെന്ന് എന്നോട് ഓർപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ആ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഓർപ്പിച്ചതുപോലെ ഞാൻ രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് ഓർപ്പിക്കുവാനിടയായി തീർന്നു. ആമേൻ. ഒരല്പസമയം ഗൾഫിന്റെ പ്രദേശത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കർത്തൃവേലയ്ക്കായി എന്റെ വേലയ്ക്കായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് എന്നോട് ദൈവാത്മാവ് ഓർപ്പിക്കുവാനിടയായി തീർന്നു. ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ചു, വിദ്യാഭ്യാസമോ അറിവോ വലിയ ജ്ഞാനമോ എന്നുമില്ലാത്ത എനിക്ക് എങ്ങനെ സുവിശേഷ വേല ചെയ്യാൻ കഴിയും? ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ദൈവം എന്നെ ദുബൈയിൽ ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഞാൻ ഷാർജയിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. സ്തോത്രം. ഷാർജയിൽ കടന്നു പോകുമ്പോൾ എന്റെ ഒരു മാമനാണ് വിസ എടുത്തത്. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഞാനാണ് ഗൾഫിലേക്ക് കടന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ലഭിച്ചതായ വിസ എന്ന് പറയുന്നത് ഓർഡിനറി ലേബർ വിസയാണ്. ഓർഡിനറി ലേബർ വിസയിൽ മലയാളികൾ ആരും ആ വിസയിൽ പോകാറില്ല. പക്ഷേ ആമേൻ, സ്തോത്രം, അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ട്രെയിനേജിന്റെ പണിയാണ്. ആ കമ്പനി നാഷണൽ കോൺട്രാക്ടിംഗ് ട്രാൻസ്പോർട്ട് കമ്പനി എന്ന കമ്പനി ഷാർജയിൽ അവിടെ ജോയിൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ കഷ്ടത ആരംഭിച്ചു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് കൃത്യമായി സംസാരിക്കും. സ്തോത്രം. മരുഭൂമിയിൽ കൊണ്ടുവന്ന് ദൈവം എന്നെ വ്യക്തമായി പഠിപ്പിച്ചു. സാമ്പത്തികമായൊന്നും വളരെ പ്രശ്നങ്ങളില്ലാതെയാണ് നാട്ടിലായിരുന്നത്. വെറും 550 ദിർഹത്തിന് ഷാർജയിൽ 2000 രൂപയാണ് നാട്ടിൽ അയച്ചു കൊടുക്കുന്നത്. ബാക്കി എന്റെ ചെലവും ഫോൺ വിളിയൊക്കെ അവിടെയാകും. അവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്തോത്രം. വിദേശത്ത് പോകുമെന്ന് ദൈവം എന്നോട് അരുളി ചെയ്തു. പക്ഷെ കഷ്ടതയുണ്ടെന്ന് ദൈവം എന്നോട് പറയിച്ചില്ല. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അത്രയ്ക്ക് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹമീദിയ എന്ന് പറയുന്ന സ്ഥലത്ത് അജ്മാൻ അവര് മരുഭൂമിയിൽ ഈ റെഡിമെയ്ഡ് ഈ വീടുകൾ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലറിൽ കൊണ്ടുവന്ന് പെട്ടെന്നുണ്ടാക്കുന്നതായ ഈ റൂം, അവിടെയാണ് എനിക്ക് അക്കോമഡേഷൻ ലഭിച്ചത്. അവിടെ ആന്ധ്രക്കാരുടെ ഇടയിലാണ് എനിക്ക് അക്കോമഡേഷൻ ലഭിച്ച. ഒരു മലയാളി ഇല്ല. പാകിസ്ഥാനികളും ആന്ധ്രയിലുള്ള സഹോദരന്മാര് ഒക്കെ ഉള്ള ഒരു റൂമിൽ. എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഇംഗ്ലീഷ് ഒരല്പമൊക്കെ പറഞ്ഞാലും അവർക്കൊട്ടും മനസ്സിലാകത്തില്ല. ബുധനാഴ്ച ഞാനിവിടെ ജോയിൻ ചെയ്തു കമ്പനിയില്. വ്യാഴാഴ്ച കഴിഞ്ഞു. വെള്ളിയാഴ്ച അവിടെ സഭാരാധനയാണ്. അന്നേരം എന്നോട് അവിടെയുള്ള ആന്ധ്ര ഒരു മലയാളം അറിയാവുന്ന ഒരു അങ്കിള് പറഞ്ഞു, ബൈബിളുമായി പുറത്ത് റോഡിൽ നിന്നാൽ
ആരെങ്കിലും പിക്ക് ചെയ്തുകൊണ്ട് സഭയിൽ കൊണ്ടുപോകും, തിരിച്ച് അതുപോലെ കൊണ്ടാക്കുക. സ്തോത്രം. ഞാന് പച്ചവെള്ളവും പ്രാർത്ഥിച്ചു കുടിച്ചുകൊണ്ട് അതുവരെയും പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു ഞാന്. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് സ്നാനപ്പെട്ടാൽ നേരെ സ്വർഗത്തിൽ പോകാമെന്ന്. ഒരിക്കലും നടക്കത്തില്ല. 7 അടിസ്ഥാന ഉപദേശങ്ങൾ യഥാർത്ഥമായി പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് മണവാളനായ കർത്താവ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനും വിശ്വാസത്തിൽ വന്നതിന് ശേഷം പിന്നെ ഉഴപ്പനായി മാറി. സ്തോത്രം. കാരണം നമ്മുടെ ഹല്ലേലൂയ ഈ ട്രിവാൻഡ്രത്തേക്ക് ഒരു രീതി എന്ന് പറയുന്നത് സ്തോത്രം, സ്നാനപ്പെട്ടാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, സ്നാനപ്പെട്ടാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവർ. സ്തോത്രം. അപ്രകാരം ഞാനുമായിരുന്നു. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള വലിയൊരു പദ്ധതി ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാനന്ന് രാവിലെ പ്രഭാതത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചേച്ച് അവൻ വളരെ എനിക്ക് ദൈവത്തെ ആരാധിക്കണം. കാരണം അവൻ സഭാരാധന മുടക്കുന്നവർ വരെ ആമേൻ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. കാരണം സഭാരാധന അലക്ഷ്യമാക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. സ്തോത്രം. ആമേൻ, ആമേൻ. അതുപോലെ ഞാൻ സഭാരാധന മുടങ്ങി ജോലിക്ക് പോയിട്ടുണ്ട്. അവൻ ജോലിക്ക് പോയ ആ ഒരാഴ്ച വരെ ഒന്നും ലഭിച്ചിട്ടില്ല. സ്തോത്രം. അവൻ ജീവിതത്തിൽ പരാജയമായിരിക്കും. സ്തോത്രം. പക്ഷെ ദൈവത്തെ ആരാധിച്ചതിന് ശേഷം പോയാൽ ദൈവം സമൃദ്ധിയായ ദൈവം അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. അപ്രകാരം ഞാൻ വെള്ളിയാഴ്ച അവൻ പല ആരാധനയും ഞാൻ മുടക്കിയ ഞാന് ഷാർജയിൽ ചെന്ന് വെള്ളിയാഴ്ച എന്റെ കഷ്ടതയുടെ തീച്ചൂട നിമിത്തം ഞാന് റോഡിലിറങ്ങി സ്തോത്രം ആലയത്തിലേക്ക് പോകാൻ വേണ്ടി നടക്കാൻ തുടങ്ങി. ഒത്തിരി കിലോമീറ്റർ ആ മരുഭൂമിയിൽ കൂടി ഞാൻ നടന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, ഈ ഷാർജയുടെ പ്രദേശത്തൊരു ഒരു പ്രവാചകനില്ലയോ? ഒരു പാവപ്പെട്ട ഒരു സഹോദരനിതാ ആ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പോവുക, അങ്ങനെ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പരിഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അറബിയുടെ ഒരു വണ്ടി കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നോട് പറഞ്ഞു കയറാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ എന്നോട് ചോദിച്ചു എവിടെ പോ? എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു ഞാന് ആമേ ചർച്ചിൽ പോവുക എന്ന്. സ്തോത്രം. എന്നോട് അവിടെ നിന്ന് കയറാൻ പറഞ്ഞു. ഞാൻ കയറി. എന്നെ നേരെ കൊണ്ടുവന്ന് കുവൈറ്റ് ഹോസ്പിറ്റലിന്റെ അവിടെ കൊണ്ടുവന്നു. അവിടെ നിന്ന് കോട്ടയത്തുള്ളതായ പ്രിയ ജോയ്ചാൻ എന്നെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയി. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം ആ അറബി എനിക്ക് 25 ദിർഹംസ് എടുത്ത് എനിക്ക് തരുവാനിടയായി തീർന്നു. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. സ്തോത്രം. അപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ, അവർ തരുന്നതല്ലേ, വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, ആദ്യമായി ദൈവം എന്റെ ജീവിതത്തിൽ ഷാർജയിൽ ചെയ്ത അത്ഭുതം. അവൻ ഞാന് നേരെ എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയത് ഇന്ന് UN റീജന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ വിൽസൺ ജോസഫ് പാസ്റ്ററുടെ കമ്പനിയോട് ചേർന്ന് കോർണിഷിൽ ആമേൻ അവിടെ ഒരു ഈ ഉപവാസ പ്രാർത്ഥന രാവിലെ അവിടെ ഞാൻ കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥന തുടങ്ങി. ഞാൻ അകത്തേക്ക് കയറി. ആമേൻ. എന്റെ സാക്ഷ്യം ഞാന് അവിടെ ഒരു പാട്ട് പാടി. അവൻ കണ്ണുനീരോടെ പാട്ട് പാടി. സാക്ഷി പറയാത്തവനെ സാക്ഷി പറയിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ 5 പേരിരുന്നാൽ അവിടെ ലജ്ജയാണ് അവരോട് സംസാരിക്കുവാൻ. ലജ്ജയാണ്. കാരണം പെട്ടെന്ന് തന്നെ അങ്ങ് എന്ത് പറയണമെന്ന് അറിയാതെ വളരെ ഒരു വല്ലാത്ത അനുഭവത്തിൽ വരുന്ന ഞാൻ സാക്ഷി പറയാൻ തുടങ്ങി. രാജിരുന്ന ജനമൊക്കെ ഇരുന്ന് കേട്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ദൈവം നടത്തിയ വഴികളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ കൃപയാൽ ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച പ്രകാരം ആമേൻ 1 മാസത്തിന് മുമ്പേ തന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഷാർജയിൽ ആമേൻ ഞങ്ങളുടെ കമ്പനിയുടെ അക്കോമഡേഷൻ എനിക്ക് ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നു. ആമേൻ. എനിക്ക് ഷാർജ IPC വർഷിപ്പ് സെന്റർ ആമേൻ എനിക്ക് അജ്മാനിൽ നിന്ന് ആമേൻ വണ്ടിക്കൂലി തരുവാനിടയായി തീർന്നു. സ്തോത്രം. അന്ന് ഞാൻ കണ്ടതാണ് ആമേൻ ഇന്ന് ബോംബെയിൽ താനെയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസൻ പ്രിയ ജെൻസ് പാസ്റ്റർ ജെൻസും ജെനീഷ് ആമേൻ അവർ 2 പേര് സ്തോത്രം അവിടെ വെച്ചാണ് കണ്ടുമുട്ടുവാനിടയായി തീർന്നത്. സ്തോത്രം. ഞാൻ കഷ്ടതയിലായിരുന്നപ്പോ എനിക്കത് ഗുണമായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവസഭ എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എനിക്ക് ജോയിച്ചാനായിരുന്നു അന്നത്തെ സെക്രട്ടറി. വിൽസൺ പാസ്റ്റർ പറഞ്ഞു എനിക്ക് വണ്ടിക്കൂലിക്കുള്ള കാശ് കൊടുക്കണം.
അങ്ങനെ എനിക്ക് വണ്ടിക്കൂലികളുടെ കാശ് ഷാർജ IPC വർഷിപ്പ് സെന്റർ തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്വന്തം ദൈവദാസനെയും കുടുംബത്തെയൊക്കെ ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. അവൻ അന്ന് അവിടെ ആയിരുന്ന ദൈവദാസന്മാർ, അസിസ്റ്റന്റ് പാസ്റ്ററായ പ്രിയ ബിജു ജോർജ് പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ ബേബി പൊളിക്കൽ പാസ്റ്റർ, പ്രിയ റോയ് പാസ്റ്റർ, അവരൊക്കെ അവരുടെയൊക്കെ വചനങ്ങൾ കേട്ട് അവൻ ബലപ്പെടുവാനും ശക്തിപ്പെടുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു നേരത്തെ ആഹാരത്തിന് 580 ദിർഹം ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ഇടുന്ന ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച സർവശക്തനായ ദൈവം, സാരാഭാത്തിൽ അയച്ച് വിധവയെ കൂടെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം, എരിയത് തോട്ടിനരികെ ആമേ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം എന്നെയും പോഷിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഈ സന്ധ്യാസമയത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ആമേൻ. ആ വചനത്തിന്റെ നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴാണ് കർത്താവിനെ നമ്മൾ കൂടുതലായി രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഞാന് ഒത്തിരി അവിടെ കരഞ്ഞ ചില നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മരുഭൂമിയിൽ ഇരുന്ന് ഒത്തിരി കരഞ്ഞ് നിലവിളിച്ച് ആമേൻ പാടിയ ഒരു പാട്ട് ഇപ്പോൾ എന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. യേശു എന്റെ അടിസ്ഥാനം ആശ്രയമവനിത്രേ, യേശു എന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ, അവനെന്റെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ, അവനെന്റെ വഴി അലയാതെ മരുഭൂമിയിൽ. എന്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല. ആമേൻ. ഓ ഈ ലോകം ശാശ്വതമല്ല, എനിക്ക് നായകൻ ഒരുക്കുന്നു ഒരു ഭവനോ, എനിക്കായി യേശു നായകൻ ഒരുക്കുന്നു ഒരു ഭവനോ, യേശു അടിസ്ഥാനം ഓ ആശ്രയ ഭവനിലത്രേ, യേശു എന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ, അവനെന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പാടുന്നില്ല കൂടുതലായി. ഒത്തിരി അപകടങ്ങൾ ഡ്രെയിനേജിൽ മണ്ണിടിഞ്ഞു വീണ് അനേകർ അപകടത്തിൽപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നോക്കിയേ എന്റെ ദൈവം എന്നെ തൂക്കി കയറ്റുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിച്ച് എന്നെ കൈക്ക് പിടിച്ച് കയറ്റുന്നത് ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് വെള്ളിയാഴ്ച ആമേൻ ഞായറാഴ്ച ഒക്കെ ലഭിക്കുന്ന ആത്മീയ സന്തോഷമാണ്, ആത്മീയ ആമേൻ ആരാധനയാണ് ആമേൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീർന്നത്. ദൈവസഭയിൽ വർഷിപ്പ് സെന്ററിൽ, ഷാർജ IPC വർഷിപ്പ് സെന്ററിൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവജനമൊക്കെ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർ ആത്മാവിൽ ദൈവവചനം അവൻ കേൾക്കുന്നതൊക്കെ ഞങ്ങളുടെ എന്റെ ജീവിതത്തിൽ വലിയ തണുപ്പും ആശ്വാസമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ചാടിക്കേറി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എനിക്ക് പ്രാർത്ഥിക്കണം. അവൻ മുഖ്യ ദിവസങ്ങളിൽ ഞാൻ സാക്ഷി പറയും. സ്തോത്രം. കാരണം അങ്ങനെ ദൈവം എന്റെ ജീവിതത്തിൽ ഓരോ ആഴ്ചയും ഓരോ ദിവസങ്ങളും ആമേ ദൈവം എന്നെ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളിൽ കൂടി വഴി നടത്തുവാനിടയായി തീർന്നു. ഒരു ഭക്തനായ മനുഷ്യന്റെ അടുത്ത് അവനൊരു സഹോദരൻ വന്ന് ചോദിക്കുകയാണ്, ആമേൻ യേശുവിനെ അറിഞ്ഞാൽ, യേശുവിനെ പിൻപറ്റിയാൽ എന്ത് ലഭിക്കാം? ആ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളിൽ കൂടി നിന്നെ ദൈവം വഴി നടത്തും. അവൻ യേശുവിനെ അറിഞ്ഞത് നിമിത്തം അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളിൽ കൂടി സർവശക്തനായ ദൈവം എന്നെ നടത്തുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
ഒത്തിരി ഭക്ഷണത്തിന് ആഹാരത്തിന് കരഞ്ഞ ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരോടും പറയാതെ ദൈവത്തോട് മാത്രം പറഞ്ഞ് അതിൽ നിന്നൊക്കെ ദൈവം എന്നെ സഹായിക്കാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പാസ്റ്ററിന്റെ ഓർമ്മയിലുള്ളത് പറയാം പാസ്റ്റർ. ഓക്കെ. അങ്ങനെ കൃപയാൽ 2010 അവൻ അവിടെ കൊച്ചിൻ തിയോളജിക്കൽ ബൈബിൾ സെമിനാരി ദൈവവചനം പഠിപ്പാനിടയായി തീർന്നു. 2010 എന്റെ പിതാവ് പാരലൈസ് ആയി. 2010 ഞാൻ വിസ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എന്റെ വാത്സല്യ പിതാവ് 7 മക്കളിൽ ഏറ്റവും അധികം സ്നേഹം എന്നോടായിരുന്നു. കാരണം യേശുവിനെ അറിഞ്ഞത് നിമിത്തം. അങ്ങനെ എന്റെ പിതാവിനെ നോക്കുവാൻ ഞാൻ നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കുന്നത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണമെന്നുള്ളത് വാക്തത്വത്തോടു കൂടിയ 1-ാമത്തെ കൽപ്പനയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. സ്തോത്രം. എനിക്ക് ദൈവാത്മാവിനോട് സംസാരിച്ചു. അവൻ എന്റെ പിതാവിനെ വന്ന് നോക്കണം, എന്റെ പിതാവിനെ ഒരല്പനേരം എനിക്ക് ശുശ്രൂഷിക്കണം എന്ന് കണ്ട് ഞാൻ ഷാർജയിൽ നിന്ന് കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രത്യേക പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ഷാർജയിൽ 550 രൂപ സാലറിക്ക് ഞാൻ ആയിരുന്ന അവസ്ഥകൾ ദൈവം എനിക്കൊരു വ്യത്യാസം തന്നു. ഞാനായിരുന്ന കമ്പനിയിൽ എനിക്ക് എന്റെ ഡെന്റിങ് വർക്ക് എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. സ്തോത്രം. എനിക്ക് ഞാൻ കടന്നു വരുന്ന സമയത്ത് 2200ഓളം ദർഹം എനിക്ക് സാലറി ദൈവം വർദ്ധിപ്പിച്ചു തരുവാനിടയായി തീർന്നു. 9-ാമത്തെ മാസം എന്റെ ജോലിയിൽ ഒരു ചേഞ്ചസ് കർത്താവ് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രകാരം നാട്ടിൽ കടന്നു വന്നു. എന്റെ പിതാവ് കിടക്കുകയായിരുന്നു. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ വന്നു. എന്നെ കണ്ടപ്പോഴേക്കും യാക്കോബ് യോസഫ് അന്യദേശത്ത് നിന്ന് തന്റെ ഭവനത്തിലേക്ക് അപ്പന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യോസഫിനെ കണ്ടപ്പോൾ അപ്പൻ എഴുന്നേറ്റിരുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ചൈതന്യം വന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എന്റെ വാത്സല്യ പിതാവ് എഴുന്നേറ്റിരിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. സ്തോത്രം. അങ്ങനെ എന്റെ പിതാവിനെ ശുശ്രൂഷിപ്പാൻ വേണ്ടി കടന്നു വന്ന നിമിത്തം ISROയിൽ ഒരു ജോലി കർത്താവ് എനിക്ക് തരുവാനിടയായി തീർന്നു. സ്തോത്രം. കർത്താവ് എത്ര വിശ്വസ്തനായ ദൈവമാണ്. ഒരു IT സർട്ടിഫിക്കറ്റോ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത എനിക്ക് ISROയിൽ ദൈവം ഒരിക്കലും ജോലി തന്നു. 2017 കർത്തൃവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഒരു കവല പ്രാസംഗിയായിട്ട് കവലകളിൽ പോയി ഞങ്ങൾ സുവിശേഷം പറയും. ദൈവം എന്നെ സഹായിപ്പാൻ, എന്റെ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങളിലൊക്കെ ദൈവം എന്നെ സഹായിപ്പാനിടയായി തീർന്നു. സ്തോത്രം. 2017 കർത്തൃവേലയിൽ ഒരു ട്രൈബൽ ഏരിയയിൽ ചർച്ചക്കോട് ദൈവസഭയിൽ കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. അതിന് മുഖാന്തരമായ കർത്തൃദാസൻ ചർച്ചക്കോടിന്റെ തന്നെ അന്ന് മേഖലാ ഡയറക്ടർ ആയിരുന്ന ജോസ് ബേബി പാസ്റ്റർ, ട്രിവാൻഡ്രം മേഖലാ ഡയറക്ടർ ആയിരുന്ന ജോസ് ബേബി പാസ്റ്റർ ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. എന്റെ ദാസൻ എന്നെ പ്രാർത്ഥിച്ച് ആ ദേശത്തേക്ക് അയക്കുവാനും അവിടെ അനേക ആത്മാക്കൾ ആ സഭയിൽ കടന്നു വരുവാനും വലിയ ദൈവപ്രവർത്തികൾ ആ ദേശത്ത് കർത്താവ് ചെയ്യുവാനും 5 വർഷം അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വളരെ അനുഗ്രഹത്തോടെ ഞങ്ങൾ ട്രാൻസ്ഫർ മേടിച്ച് കോട്ടപ്പുറം ദൈവസഭയിൽ ഞങ്ങളായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷത്തോടെ കർത്താവിന്റെ മേലെ ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹം ഒത്തിരി എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് എല്ലാ നന്മയ്ക്കാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് സ്തോത്രം. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവവചന പ്രകാരമുള്ള നന്മകളൊക്കെ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ ജോയ്സ് ടിവിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേക പ്രശ്നങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അനേക വിഷമസന്ധികളിൽ കൂടി ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഒക്കെയും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്ന് ജാഗരിച്ച് ഉപവസിച്ച് കണ്ണുനീരൊഴുക്കി ദൈവത്തിൽ നിന്ന് ജയം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ജയകരമായ പാസ്റ്റർ പറഞ്ഞല്ലോ സിസ്റ്ററിന് എന്തോ അസുഖം ഉണ്ടായിരുന്നു, പറയാൻ പറ്റുമോ? പറയാം. ഓക്കെ.
ഫാസ്റ്റ് പറഞ്ഞാലും മതി. ഞാന് ഷാർജയിലായിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം പൂർണ്ണമായി നിലച്ചു പോകുവാനിടയായി തീർന്നു. സ്തോത്രം. അന്നേരം പ്രിയപ്പെട്ടവൾ സംസാരിക്കുവാൻ കഴിയാതെ, കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ കഴിയാതെ വളരെ വളരെ ഈ തൊണ്ടയിലെ ശബ്ദനാളം തമ്മിൽ ഒട്ടിപ്പോയി എന്ന് ഡോക്ടർ പറയുവാനിടയായി തീർന്നു. കൊണ്ടുവന്ന് ടെസ്റ്റുകൾ നടത്തി. ആമേൻ. അന്നേരം പറഞ്ഞൊരു സർജറി ആവശ്യമാണ്. അന്നേരം സർജറിക്കുള്ളതായ ക്രമീകരണങ്ങൾ എന്റെ വൈഫിന്റെ പിതാവും അമ്മയും സഹോദരങ്ങളും കൂടെ ചേർന്ന് ക്രമീകരിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന്റെ തലേ ദിവസം പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു മനുഷ്യന്റെ കരം തൊടുവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആമേ പ്രാർത്ഥിച്ചെങ്കിലും ദൈവം ഒരു തീ കഷ്ണം പോലെ, ഒരു തീ നാളം തന്നെ വായിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം തനിക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. തനിക്ക് ശബ്ദം സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നേരം വീട്ടുകാരുടെ നിർബന്ധത്താൽ സർജറിക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നോക്കിയച്ച് പറയുക, കഴിഞ്ഞ ദിവസം കണ്ടതായ ആ പ്രശ്നം ഇപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും സർജറിക്ക് വേണ്ടി മയക്കി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ, അന്ന് ഞങ്ങളുടെ ഷാർജയിൽ വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് ഞാൻ അവിടെ വെള്ളിയാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥന ഞാൻ അവിടെ ഓർപ്പിച്ചു. ദൈവമക്കളൊക്കെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ ഡോക്ടറെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കിയിട്ടും നന്നായി നോക്കിയിട്ടും അത് പൂർണ്ണമായി അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ ശബ്ദ അവളെ മുട്ടിയിട്ടില്ല, അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ റെഫർ ചെയ്ത് വിടാം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി എന്നെ അമ്മായിയപ്പനും അമ്മയും കൂടെ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, സ്തോത്രം, സർജറിക്ക് വേണ്ടി കൊണ്ടുപോകരുത്. സ്തോത്രം. ഞാനങ്ങനെ എന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചു. വിളിച്ചപ്പോഴേക്ക് പറഞ്ഞു സർജറിക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, ഒരിക്കലും കൊണ്ടുപോകണ്ട. ദൈവം ഇത്രത്തോളം സൗഖ്യം തന്നല്ലോ, ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തിയല്ലോ. പൂർണ്ണമായ സൗഖ്യ കർത്താവ് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, നിത്യപിതാവായ ദൈവം. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്തൃവേലയിൽ എന്റെ പ്രിയപ്പെട്ടവൾ എനിക്കൊരു അനുഗ്രഹമാണ്. സ്തോത്രം. സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് എവിടെ തകർക്കപ്പെട്ടു, എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, നാം എവിടെ തകർക്കപ്പെടും, യേശുവിന്റെ വചനം അനുസരിച്ചത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങളെ ലാഭമാക്കി തരുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. എവിടെയാണ് നാം തകർക്കപ്പെടുന്നുവോ അവിടെ കൊണ്ടുവന്ന് മാനിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞങ്ങൾക്ക് 2024 ഫസ്റ്റിൽ ഞങ്ങൾക്ക് ഷാർജയിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. ഒരു മാസക്കാലം ഞങ്ങൾക്ക് ഷാർജയുടെ മണ്ണിൽ കർത്താവിനെ ഉയർത്തുവാൻ, ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഓർപ്പിക്കുവാൻ, പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആലോചനകൾ അറിയിപ്പാനും, പ്രിയപ്പെട്ടവരെ ദൈവം എടുത്ത് ഉപയോഗിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് തന്നെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനെ മുഖാന്തരമായ പ്രിയ എബിച്ചായനെ, ബിന്ദുസിസ്റ്റർ, അവരൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. സ്തോത്രം. നമ്മൾ അവിടെ തകർക്കപ്പെടും, അവിടെ കൊണ്ടുവന്ന് നമ്മെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബോംബെയുടെ പ്രദേശത്തും താനയിൽ കടന്നു വന്ന് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ശക്തിയോടെ ചെയ്ത് കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ, നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കുവാൻ ഞങ്ങളെ കാഴ്ചപ്പെട്ടതാണ്. നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കിയെടുക്കുക. ജനത്തെ ഈ കാലഘട്ടങ്ങളിൽ അനുഗ്രഹത്തിന്റെ പറയുകയാണ് ജനം ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ കൂടി എനിക്ക് പറയുവാനുള്ളത്, നിത്യതയാണ് നമ്മുടെ പ്രയോറിറ്റി, നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. വിജാതിയായിരുന്ന എന്നെ സ്നേഹിച്ച എന്റെ പൊന്നുതമ്പുരാന്റെ സ്നേഹം എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഒരമ്മ മറന്നാലും മറക്കാത്ത സ്വന്തം, ഒറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ആ സ്നേഹം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ സ്നേഹം. യേശുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ ഇതുവരെ നിർത്തിയത്.
ആമേൻ. ഞങ്ങൾ നിന്നതല്ല, ദൈവം ഞങ്ങളെ നിർത്തിയതാണ്. Praise the Lord. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ എണ്ണി പറയുവാനുണ്ട്. ആമേൻ. സ്വന്തം ഒത്തിരി അത്ഭുതങ്ങൾ ആമേൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. അത്ഭുതങ്ങൾക്കല്ല പ്രയോറിറ്റി. ആമേൻ. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. ആ നിത്യഭവനത്തിൽ എത്തുവോളം അത്യുന്നതന്റെ കൃപയിൽ മറഞ്ഞ് അവൻ ദൈവം തരുന്ന ശുശ്രൂഷകൾ ശക്തമായി ചെയ്തുകൊണ്ട് മുന്നേറണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനായി സഹായിക്കട്ടെ. വിശേഷാൽ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും യേശുവിന്റെ സന്നിധിയിൽ മടങ്ങും. യേശു ദൈവമെന്ന് ആർത്ത് വിളിക്കുന്ന ഒരു സുദിനം അവൻ ഏറ്റവും വാദിക്കൽ നിൽക്കുന്ന സ്തോത്രം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ, യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്താൽ, എന്നെ സഹായിച്ച കർത്താവ്, എന്നെ വിടുവിച്ച കർത്താവ്, എന്റെ കുടുംബത്തിന്റെ തകർച്ച മാറ്റിയ കർത്താവ്, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറ്റിയ കർത്താവ്, ഓ എന്നെ ജയോത്സകരമായി നടത്തുന്ന കർത്താവ്, ഓ നിങ്ങളെ നടത്തുവാൻ ദൈവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമെങ്കിൽ പരിശുദ്ധനായ ദൈവം നിങ്ങളെ ബ്ലെസ്സിംഗ് ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനായി എല്ലാ പ്രേക്ഷകരെയും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകം ഞങ്ങളെ ആമേനി ജോയ്സ് TV പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച കർത്തൃദാസിയോടും ശേഷാൽ പ്രിയ കർത്തൃദാസനോടും ആമേൻ അവരുടെ തലമുറകളോടും അവർ ചെയ്യുന്ന മിനിസ്ട്രിയോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് ധാരാളമായി ആമേൻ വീണ്ടും അനേക രാജ്യങ്ങളിൽ, അനേക പട്ടണങ്ങളിൽ അനേകരുടെ സാക്ഷ്യങ്ങൾ ആമേൻ യൂട്യൂബ് ചാനൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ ശമന മനഹസ്താദികൾ ഗമനകരഹസ്യ ഓ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ, ഓ ദൈവം അവരെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവത്തിന് കൊള്ളാകുന്നവരായി ആമേൻ തീരുവാൻ സർവശക്തനായ ദൈവം വീണ്ടും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഞങ്ങൾക്ക് ഒരവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസിയോട് പ്രത്യേകമുള്ള വന്ദനവും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. സർവശക്തനായ ദൈവം ധാരാളമായി മിനിസ്ട്രിയെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോൾ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആമേൻ എല്ലാ പ്രേക്ഷകരോട് പ്രത്യേകമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ആമേൻ ഈ കേൾക്കുന്ന എന്റെ അനുഭവ സാക്ഷ്യം കേട്ടവർക്ക് വലിയ ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. കർത്താവിനെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു all. Amen. 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 Okay, Pastor. Thank you. കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ, അനേകർക്ക് ആശ്വാസമാക്കി തീർക്കട്ടെ. ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നമ്മുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശേഷാൽ കർത്താവേ, യൂട്യൂബ് ചാനൽ കൂടി ഓ ജോയ്സ് TV കൂടി കർത്താവേ ഞങ്ങൾക്ക് ഒരല്പസമയം ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ശേഷാൽ കർത്താവെ, കർത്താവിന്റെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മിനിസ്ട്രിയെ ദൈവം അവിടെ അനുഗ്രഹിക്കണമേ എന്നാണ്. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം സമയം ചെലവഴിപ്പാൻ, ഞങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേക കർത്താവിന്റെ ദാസനെയും കർത്തദാസിയെയും തലമുറകളെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യും. ദൈവം അവരെ അനുഗ്രഹിക്കണം. അവരുടെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. സമ്പൂർണമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ വേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. Amen. Amen. Thank you, Pastor. Thank you. God bless you, Pastor.